ഹലോ. അപ്പം നമ്മുടെ തിരുവോണമൊക്കെ ഇങ്ങനെ ഏകദേശം കഴിഞ്ഞു. ഞാൻ രാവിലെ എടുത്ത വീഡിയോ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനെല്ലാം റെഡിയാക്കിയത്. ഇത് മേളത്തെ വീട്ടിലിട്ട അത്തപ്പൂക്കളമാണേ. ഒരു പിണ്ടി വിളക്കൊക്കെ ഇന്നലെ കത്തിച്ച കണ്ടില്ലേ. അപ്പം നമ്മൾ താഴെ കോലമിടാനാണ്. അപ്പം അവർ ചേട്ടനും അനിയനും കൂടി ഇരുന്ന കോലത്തിൻ്റെ പരിപാടിയാണ്. ഞാനും അമ്മയും തകൃതമി പാചകമാണ്. അമ്മ എനിക്കെല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ തരുന്നുണ്ട്. ഞാനത് അടുപ്പിലും ഗ്യാസേലും ഒക്കെ ആയിട്ട് വെച്ചു. നമ്മുടെ കോലം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു കയ്യേ ഇല്ല കേട്ടോ. എൻ്റെ കൈ ഇല്ലാത്തത് കൊണ്ട് അടിപൊളിയായിട്ടുള്ള കോലം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇട്ടേക്കുന്ന കുറച്ച് കളറും നമ്മുടെ പുട്ടുപൊടിയാണ് കേട്ടോ. അത് കളറ് പിന്നെ അവരുടെ പെയിൻറ്റിൻ്റെ കളർ. അപ്പം നമ്മുടെ കൂട്ടാനൊക്കെ ഞാൻ കാണിക്കട്ടെ. നമ്മുടെ ഓണസദ്യയുടെ കറികൾ. അപ്പം ഉപ്പേരിയുണ്ട്, ശർക്കര വരട്ടിയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പിന്നുള്ളത് നല്ല അടിപൊളി അവിയൽ, പിന്നെ കണ്ടോ പരിപ്പ്, മോരുകറി, പുളിശ്ശേരി, പിന്നെ ബീട്രൂട്ട് കിച്ചടി, വെള്ളരിക്ക പച്ചടി, ക്യാബേജ് തോരന്, പിന്നെ പച്ചമോര്, നാരകത്തിൻ്റെ ഇലയൊക്കെ ഇട്ടതാണേ, പിന്നെ രസം, പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ, വലിയ നാരങ്ങയില്ലേ, മാങ്ങ അച്ചാർ, പിന്നെന്തോ ഇഞ്ചിക്കറി, പിന്നെ ചോറ്, പപ്പടമുണ്ട്, പിന്നെ ഇത് പഴം, നമ്മുടെ സ്വന്തം പറമ്പിലെ പഴമാണേ. പപ്പടമുണ്ട്, പിന്നെ സേമിയ പായസം. നമുക്ക് സദ്യ ഉണ്ടോ? സേമിയ പായസം ഉണ്ട്. പിന്നെ സദ്യയിൽ ചിക്കൻ വറുത്തതും ചിക്കൻ കറിയുണ്ട്. ഞങ്ങളത് വിളക്കിന് മുമ്പിൽ വിളമ്പുമ്പോൾ ഒന്നും വിളമ്പത്തില്ല. അപ്പം നമ്മൾ കോലം ഇട്ടെടുത്ത് വിളക്ക് കത്തിച്ച് നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, നോൺ വെജ് ഒന്നും നമ്മൾ അന്നേരം വിളമ്പുന്നില്ല, വിളക്കിൻ്റെ മുന്നിൽ വിളമ്പത്തില്ല. പിന്നെ ഇവന്മാർക്ക് അതൊക്കെ വേണം, നിർബന്ധമാണ്. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. പക്ഷെ ഞങ്ങളതിപ്പോൾ വിളമ്പുന്നില്ല. അപ്പം പുത്രന്മാരെ അമ്മ അവരൊക്കെ ഇരുന്ന് കഴിക്കുക. ഞാനും മകേഷും മഞ്ചേട്ടനും കൂടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പം നമ്മളിപ്പോൾ ചിക്കനൊന്നും വിളമ്പില്ല കേട്ടോ. സദ്യക്കൊന്നും വിളമ്പില്ല. അത് വൈകിട്ട് എടുക്കത്തേ ഉള്ളൂ. ഞങ്ങളുടെ അച്ഛൻ കണ്ടോ, ഞങ്ങളുടെ അച്ഛൻ ചെറിയൊരു ആഘോഷമൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് കഴിക്കുക. പക്ഷേ അത് ഞാനതങ്ങ് മ്യൂട്ട് ചെയ്ത് അച്ഛനൊരു എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അതെന്തുവാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എൻ്റെ മഞ്ചേട്ടിരുന്ന് കഴിക്കുന്നു, മകേഷ് ഇപ്പുറത്തിരിപ്പുണ്ട്. അവരൊക്കെ ഈ നിലത്തിരുന്ന്, അവർക്കൊന്നും അധികം വണ്ണമില്ലാത്തതുകൊണ്ടേ നിലത്തിരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഒരിക്കൽ കൂടി. ഓക്കെ, താങ്ക് യു.